ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 16 മുതൽ 33 വരെ. ഇവിടെ നമ്മൾ കാണുന്നു, സോദോമും ഗൊമോറായും തിന്മ ചെയ്ത് പാപത്തിൽ പെരുകിയപ്പോൾ ആ ദേശത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കും. അവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുമായി പൂർവ്വപിതാവായ അബ്രാഹാം കടന്നു വരുന്നു. സോദോമിനെയും ഗൊമോറയും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന അബ്രഹാമിനെ കണ്ടെത്തുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിൽ 16 മുതൽ 33 വരെ. അവിടെ നമ്മൾ കാണുന്നു, നീതിമാന്മാരായ 50 നല്ലവരെ കണ്ടാൽ നീ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുവോ? ദൈവം പറഞ്ഞു, ഇല്ല. അബ്രഹാം ചോദിച്ചു, ഒരു 40 ചുരുങ്ങിയാലോ? ഇല്ല. 30 ഒട്ടുമില്ല. അവസാനം പറഞ്ഞു, 10 നീതിമാന്മാരായ പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയുള്ള നന്മയുള്ള 10 പേരെ കണ്ടാൽ അവരെ പ്രതി സോദോമിനെയും ഗൊമോറയെയും നീ ശിക്ഷിക്കാതിരിക്കുമോ? ദൈവം പറഞ്ഞു, തീർച്ചയായും. അവസാനം അങ്ങനെയുള്ള 10 പേരെ പോലും കണ്ടില്ല. അങ്ങനെ പ്രാർത്ഥിക്കാത്ത, നന്മയിൽ ജീവിക്കാത്ത 10 പേരെ പോലും കാണാതിരുന്ന സോദോമിനെയും ഗൊമോറയെയും തീയും ഗന്ധവും ഇറക്കി ദൈവം നശിപ്പിച്ചു, തകർത്തു എന്ന് ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം, അത് ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുമ്പോൾ നമ്മോടൊക്കെ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയോട് വിശ്വസ്തത, വിശ്വാസ ജീവിതത്തിൽ ഒരു സ്ഥിരത, അങ്ങനെ ജീവിച്ച് പ്രേക്ഷിത മേഖലയിൽ വളരുക എന്നുള്ള ഒരു സന്ദേശം തിരുവചനം നമുക്കായി നൽകുന്നു. അബ്രഹാം പ്രാർത്ഥിച്ചു, പക്ഷേ നല്ലവരെ കണ്ടില്ല. ഇന്ന് ലോകത്ത് ലോകശക്തികൾ, യുദ്ധഭീഷണി, അണുബോംബിന്റെ ഭീഷണി, ഇതൊക്കെ ഉയർത്തുമ്പോഴും ലോകം തകരാതെ നിൽക്കുന്നത് ഏതോ പെരയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന 10 നല്ല അമ്മച്ചിമാരുണ്ട്, 10 നല്ല അച്ചായന്മാരുണ്ട്, 10 സമർപ്പിതരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. ലോകം നശിക്കാത്തതിന്റെ കാരണം, ഇത് മുഴുവൻ തീർന്നു പോകാത്തതിന്റെ കാരണം, എവിടെയോ നന്മയുടെ പുളിമാവായ 10 പേർ ശിക്ഷിച്ചിരിക്കുന്നു. പാറേപ്പള്ളി കൺവെൻഷന്റെ 1-ാം ദിവസം ഉച്ച കഴിഞ്ഞുള്ള ഈ സമയത്ത് ദൈവമായ കർത്താവ് പറയുന്നു, എല്ലാവരെയും തിരുത്താനും വലിയ മാതൃക പറഞ്ഞു കൊടുക്കാനൊന്നും നമ്മൾ ഓടേണ്ട കാര്യമില്ല. നമ്മൾ 10 പേര് ഈ പാറേപ്പള്ളിയിലും പരിസരത്തും നന്നായിട്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. ലോകം തുടരും. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവും. ഒരു നല്ല അപ്പനായിട്ട് പരിക്കകത്ത് ജീവിക്കുക, ഒരു നല്ല അമ്മയായിട്ട് അടുക്കളയിൽ ജീവിക്കുക, ഒരു നല്ല യുവാവായി യുവതിയായിട്ട് പ്രവർത്തിക്കുക, ഒരു നല്ല അച്ഛനായി പള്ളിയിലിരിക്കുക, ഒരു നല്ല സന്യാസിയായി ഓട്ടം പൂർത്തിയാക്കുക. അങ്ങനെ 10 പേരുണ്ടാകുമ്പോൾ ഒരു ദേശം നന്നാകും. നമ്മളെ ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം, നന്നാക്കാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ സ്വയം നന്നാകാനാ ആൾക്കാർക്കെന്നും മടി. പലപ്പോഴും ധ്യാന സന്ദേശമൊക്കെ പങ്കുവെക്കുമ്പോഴും പലരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും, അച്ഛൻ ഈ പറയുന്നത് എനിക്കുള്ളതല്ല, വേറെ ആർക്കും ഉള്ളതാണ്. ചില പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ ചില ചെറുപ്പക്കാർ പറയും, ജോസഫ് അച്ഛ കടുപ്പത്തിൽ ഒന്ന് പറയണം, കാരണന്മാർ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. കാരണന്മാർ പറയും, അച്ഛൻ കട്ടിയിലൊന്ന് പറയണം, പിള്ളേർ ഞങ്ങളെ അനുസരിക്കുന്നില്ല. എല്ലാവർക്കും കേൾപ്പിക്കാൻ ഇഷ്ടം, സ്വയം കേൾക്കാൻ ബുദ്ധിമുട്ട്. ഒരച്ഛൻ ഇങ്ങനെ പള്ളിയിൽ പ്രസംഗിച്ചു. അച്ഛൻ പള്ളിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം, എത്ര നല്ലതാണേലും ഒരു സമയം കഴിയുമ്പം ബോറടിയാണ്. എത്ര നല്ല പ്രസംഗമാണേലും ഒരു ടൈം ബൗണ്ട് ആയിരിക്കണമല്ലോ എല്ലാം. ഒരച്ഛൻ പ്രസംഗിച്ചു. സാധാരണ ഞായറാഴ്ചകളിൽ 15 മിനിറ്റ് പ്രസംഗിക്കുന്ന അച്ഛൻ അന്ന് 45 മിനിറ്റ്. ആൾക്കാർ മടുത്തുപോയി. എൻ്റെ അച്ഛ ഇത്ര നീട്ടി പറയരുത്, 15 മിനിറ്റ് ഓക്കെ, 45 ഒത്തിരിയാണ്. അച്ഛൻ പറഞ്ഞു, മക്കളെ മനഃപൂർവ്വം അല്ല, സാധാരണ പ്രസംഗം തുടങ്ങുമ്പോൾ എനിക്കൊരു അസുഖമുണ്ട്, എൻ്റെ വായിൽ ഉമിനീര് പറ്റിപ്പോവും. ഞാൻ നാക്കിന് കീഴിൽ ഒരു വെളുത്ത ഗുളികയിടും, അതിട്ടുകൊണ്ടാണ് പ്രസംഗിക്കുക. എപ്പം ഗുളിക അലിഞ്ഞു തീരുമ്പോൾ 15 മിനിറ്റായി ഞാൻ പ്രസംഗം നിർത്തും. ഇന്ന് എന്നാ പറ്റി? ഇന്ന് ഓടിക്കൊന്നു വെപ്രാളത്തിൽ ഗുളികയാണെന്നോട്ട് നാക്കിന് കീഴിലിട്ടത് ലോകയുടെ ബട്ടൺസ് ആയിരുന്നു. പിന്നെ കടിച്ചു പൊട്ടിച്ചങ്ങ് തീർക്കുകയായിരുന്നു. നമുക്കറിയാം, എത്ര നല്ലതാണേലും അല്പം കഴിയുമ്പം നമ്മൾ മടുക്കും. ഒരച്ഛനിങ്ങനെ പ്രസംഗിച്ചു വന്നു. 15 മിനിറ്റ് കഴിഞ്ഞ് ആൾക്കാരുടെ ശ്രദ്ധ പോയി. പറക്കുന്ന കോഴി, കറങ്ങുന്ന ഫാന്, കരയുന്ന പിള്ളേര്, നിരങ്ങുന്ന കസേര, എല്ലാത്തേക്കും നോട്ടം പോയി. പക്ഷെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. ഇത് സത്യം. ഇത് കേട്ട പാടെ എല്ലാവരുടെയും മുഖം പാടി
ഏറ്റവും വലിയ പ്രായമുള്ള കുറെ അച്ചായന്മാരും അമ്മച്ചിമാരും ഇരുന്നു. അവർ ചിരിച്ചു. അച്ഛൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും അധികം താമസിയാതെ പോകാനുള്ള കക്ഷികളാണല്ലോ ഞങ്ങൾ. ഏറ്റവും പറയും ചാരുവെഞ്ചിൽ ഒരു ചെറുപ്പക്കാരൻ ഇത് കേട്ടപ്പോൾ ബട്ടൻസ് വിടർത്തി മുണ്ട് ചരച്ച് കുത്തി ഞെളിഞ്ഞ ഒരിരിപ്പ്. അച്ഛൻ തോന്നി പറഞ്ഞത് പിടികിട്ടിയില്ല. അച്ഛൻ പറഞ്ഞു, സത്യസത്യമായി ഞങ്ങളോട് പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. അവനൊന്നുകൂടെ ഞെളിഞ്ഞിരുന്നു. കുർബാന കഴിഞ്ഞു. തിരുവസ്ത്രങ്ങൾ ഊരിയിട്ടിട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. ആൾക്കാർ തലയും കുനിച്ചു പോവുക. ഇത്രയും കട്ടിയുള്ള വാക്ക് അച്ഛൻ അൾത്താരെ വെച്ച് പറഞ്ഞല്ലോ. ഇങ്ങനെ പോകുമ്പോൾ ഇവൻ അച്ഛനെ കണ്ടപാട് മുണ്ട് അല്പം കൂടെ പൊക്കി കുത്തി ഞെളിഞ്ഞൊരു നടപ്പ്. അച്ഛൻ പുറകെ ചെന്ന് തോളെ തട്ടി ചോദിച്ചു, സ്നേഹിത, ഞാൻ പറഞ്ഞില്ലേ അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഇടവക്കാരായി നിങ്ങളെല്ലാം മരിക്കും. നീ എന്താ ചിരിച്ചോണ്ട് പോന്നു? അവൻ അച്ഛ, ഞാൻ ഈ ഇടവക്കാരനല്ല, അടുത്ത പള്ളിയിൽ നിന്ന് കുർബാന കാണാൻ വന്നയാളാണ്. തന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. പലപ്പോഴും ധ്യാനത്തിന്റെ സന്ദേശങ്ങൾ പങ്കുവെക്കുമ്പോഴും നമ്മുടെ ഓർമ്മ എനിക്കുള്ളതല്ല. അബ്രാഹാം അന്ന് പറഞ്ഞു 10 നീതിമാന്മാരുണ്ടെങ്കിൽ ലോകത്തെ നശിപ്പിക്കല്ലേ. ഇന്ന് ഇവിടെ ആരെയോ നവീകരണത്തിൽ വന്നവര് പ്രാർത്ഥിക്കുന്നവർ പറയുന്നു, ചങ്ങനാശ്ശേരിയിലും പരിസരത്തുള്ള 10 നീതിമാന്മാരെ ഓർത്ത് തിന്മ പെരുകുന്ന ചങ്ങനാശ്ശേരി ടൗണിനെ നശിപ്പിക്കരുത്. തിന്മ പെരുകുന്ന എന്റെ കുടുംബത്തെ നശിപ്പിക്കരുത്. തിന്മ പെരുകുന്ന എന്റെ ഇടവകയെ നശിപ്പിക്കരുത്. ആരെങ്കിലുമൊക്കെ വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കൂ, അടയാളങ്ങൾ നടക്കൂ. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 8 മുതൽ 16 വരെ വാക്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ്. പുറപ്പാട് 16, 17, 17-ാം അധ്യായം 8 മുതൽ 16 വരെ. അമലോക്യരും ഇസ്രയേലും താഴ്വരയിൽ യുദ്ധം ചെയ്യുമ്പോൾ മോശ മലമുകളിൽ കൈവിരിച്ച് പ്രാർത്ഥിച്ചു. അമലോക്യരും ഇസ്രയേലും താഴ്വരയിൽ യുദ്ധം ചെയ്യുമ്പോൾ മോശ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. കൈ കഴച്ചപ്പോൾ മോശ കൈ താഴത്തേക്ക് ഇട്ടു. മോശ കൈ താഴത്തേക്ക് ഇട്ടപ്പോൾ തിന്മയുടെ അമലോക്യർ ജയിച്ചു. മോശ കൈ വിരിച്ചു പിടിച്ചപ്പോൾ നന്മയുടെ ഇസ്രയേൽ ജയിച്ചു. ഇന്ന് ലോകത്ത് തിന്മ വരുവാൻ കാരണം കൈ വിരിച്ചു പിടിക്കേണ്ട അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, അപ്പന്മാര്, അമ്മമാര് പ്രാർത്ഥനയിൽ താല്പര്യമില്ലാതെ കൈ താഴ്ത്തിയിടുമ്പോൾ തിന്മ ലോകത്ത് വളർന്ന് പന്തലിക്കുന്നു. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അവസാനം അഹറോനും ഹൂറും കൂടെ കല്ലുരുട്ടി വെച്ചു കൊടുത്തു. കല്ലിൽ സൂര്യാസ്തമയം വരെ മോശയുടെ കൈ താങ്ങി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രയേൽ ജയിച്ചു, അമലോക്യർ തോറ്റു. പ്രിയപ്പെട്ടവരെ, മക്കൾ വഴിതെറ്റി പോകുമ്പോൾ, കുടുംബത്തിൽ അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണം, മോശയെ പോലെ. എങ്കിലേ തിന്മ തോൽക്കുകയുള്ളൂ. ഈ ലോകത്തിൽ ഓർക്കുക, ഒരു ഭർത്താവ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി താക്കോലെടുക്കുമ്പോൾ ഭാര്യ ഭർത്താവിന്റെ നിലയിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഭാര്യ അടുക്കളയിൽ തീ കത്തിക്കാൻ പോകുമ്പോൾ ഭർത്താവ് അവിടെ തന്നെ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വല്യപ്പനും വല്യമ്മയോ അപ്പനും അമ്മയോ മക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾ പരീക്ഷയ്ക്ക് പഠിക്കുവാൻ പുറകോട്ടെങ്കിൽ തോൽക്കുമെന്ന് ഭീതിയുണ്ടോ, ഉറങ്ങിക്കിടക്കുമ്പോൾ കരങ്ങൾ വിരിച്ചു പിടിച്ച് ആ മക്കൾക്ക് വേണ്ടി അപ്പനും അമ്മയും പ്രാർത്ഥിക്കണം. ഏതെങ്കിലും മോനോ മോളോ അല്പം വഴിതെറ്റിപ്പോയെന്ന് തോന്നുന്നോ, ആ മോനും മോളും ഉറങ്ങിക്കിടക്കുമ്പോൾ മാതാപിതാക്കൾ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പകരം സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതമുണ്ടാകുന്നു, അത്ഭുതം നടക്കുന്നു ജീവിതത്തില്. അതുകൊണ്ടാണ് പറയുക, ലോകത്തിൽ എല്ലാ ദ്രാവകങ്ങളും ഭൂമിയിൽ വീഴുമ്പോൾ ഒരു ദ്രാവകം ഭൂമിയിൽ വീഴുകയല്ല, അത് ആകാശത്തിലേക്ക് പോകും. എണ്ണയും വെള്ളവും തേനും പാലുമൊക്കെ ഭൂമിയിൽ വീഴുമ്പോൾ മുകളിലേക്ക് പോകുന്ന ഒരു ദ്രാവകമുണ്ട്. അതാണ് പെറ്റ തള്ളയുടെ കണ്ണുനീര്, പ്രസവിച്ച അമ്മയുടെ കണ്ണുനീര്, ജനിപ്പിച്ച അപ്പന്റെ കണ്ണുനീര്. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പൊ മോശയെ പോലെ കരങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം. കൈകൾ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അല്പം സഹനമുണ്ട്. പരഞ്ഞാനം RCC ധ്യാനമന്ദിരത്തിൽ ഒരു മുറിയുണ്ട്, മണൽ നിറച്ചിരിക്കുന്ന മുറി. കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അമ്മമാര് 2.5 മണിക്കൂർ സമയം ആ മണലിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷാ ഹോളിൽ മറവി പറ്റാതിരിക്കാനും ഓർമ്മ ഒന്ന് ഉണർന്നു വരാനും ഒക്കെ ആയിട്ട്. ഞാനൊരിക്കല് പാലക്കാട് അട്ടപ്പാടിയിൽ ഒരു കൺവെൻഷന്റെ പ്രസംഗത്തിന് മേടിച്ചു. അവിടെ ചെന്നപ്പോൾ കണ്ടു
ആദിവാസികളുടെ ക്ഷേത്രം കാണാൻ ഒരാഗ്രഹം. ഞാൻ ആദിവാസികളുടെ ഒരു ക്ഷേത്രത്തിൽ ചെന്നു. ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴുണ്ട് ഒരാദിവാസി തള്ള കവിളിൽ ശൂലം കുത്തി അതിൽ നാരങ്ങായും വെച്ച് ക്ഷേത്രത്തിന് ചുറ്റും കറങ്ങി നടക്കുക. ഭർത്താവിന് രോഗം മാറാൻ ഒരു ഭാര്യ സഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. വേറൊരു ആദിവാസി തള്ള ക്ഷേത്രത്തിന് 41 സ്റ്റെപ്പുകൾ കടന്ന് ഉരുളുക, മകന്റെ സർക്കാർ ജോലിയിൽ സ്ഥിരനിയമനം കിട്ടാൻ. അപ്പൊ ആരെങ്കിലും സഹിച്ചു പ്രാർത്ഥിക്കണം. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. നോമ്പുകാലമാണ്, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പവറുണ്ട്, ഒരു പ്രത്യേക ശക്തിയുണ്ട് സഹിച്ചുള്ള പ്രാർത്ഥനയ്ക്ക്. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥന നമുക്ക് വേണം. അതാണ് മോശ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു നമ്മൾ കാണുന്നു. വീണ്ടും ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഉത്തരവൊന്നും കിട്ടിയില്ലേലും മടുക്കാതെ പ്രാർത്ഥിച്ചോണം. ഉത്തരവൊന്നും കിട്ടിയില്ലേലും മടുക്കാതെ പ്രാർത്ഥിക്കണം. 2-ാം ശനിയാഴ്ച തോറും അസീസിയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നും ദൈവം കേൾക്കുന്നില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ഇപ്പം നിന്നതിനാ വരുന്നത്, വരുമ്പോൾ നിർത്തിക്കൂടെ? ഒന്നെ അമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛ, വരാതിരിക്കാൻ പറ്റുമോ? ചോദിച്ചൊന്നും കിട്ടുന്നില്ലെങ്കിലും ചോദിക്കാത്ത എന്തെല്ലാവാ തന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റിയല്ല. ദൈവം കേൾക്കുന്നുണ്ട്. ജോഷുവ 7 ദിവസം പ്രാർത്ഥിച്ചു, ഒരു ഉത്തരവും കിട്ടിയില്ല. 7-ാം ദിവസം 7 പ്രാവശ്യം കാഹളം ഊതിയപ്പോൾ ജെറീക്കോ കോട്ട തകർന്നു വീണു. ആവർത്തന വിരസതയുണ്ട് പ്രാർത്ഥനകളിൽ. പക്ഷെ ആവർത്തന വിരസതയിൽ മടുക്കാതെ പ്രാർത്ഥിക്കണം. സ്വർഗസ്വനായ പിതാവ് വിശുർബാനിൽ 5 പ്രാവശ്യം കാണാം. മടുക്കാതെ പ്രാർത്ഥിക്കണം. എന്തിനെന്നല്ല, മടുക്കാതെ പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ 50 പ്രാവശ്യം ചെല്ലും, ചോദ്യമില്ല, മടുക്കാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ മടുക്കില്ലാതെ പ്രാർത്ഥിച്ചോ അതൊരു വിഡ്ഢിവേഷം പോലെ. ഒരു ഉത്തരവും കിട്ടുന്നില്ല, വെറുതെ പ്രാർത്ഥിക്കുന്നു, പ്രത്യക്ഷത്തിൽ ഉത്തരവും ഇല്ല. എങ്കിലും ആ വിഡ്ഢിവേഷം കിട്ടി പ്രാർത്ഥിച്ചപ്പോൾ ജെറീക്കോ കോട്ട തകർന്നു വീണത്. എന്നും രാവിലെ പള്ളിയിൽ എന്നാത്തിനാ പോകുന്നത്? ബുദ്ധിമാന്മാർ നോക്കുമ്പോൾ അത് വിഡ്ഢിവേഷം. എന്നും വൈകിട്ട് എന്തിനാ കുടുംബ പ്രാർത്ഥന? ലോകത്തിലെ ബുദ്ധിമാന്മാർ നോക്കുമ്പോൾ അത് വിഡ്ഢിവേഷം. പക്ഷെ വിഡ്ഢിവേഷം കെട്ടി പ്രാർത്ഥിക്കണം. അതല്ലേ നമ്മൾ കാണുക ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 6 മുതൽ 8 വരെ അധ്യായങ്ങളിൽ. ലോകത്തിൽ ആരെല്ലാം ദൈവത്തിന് വേണ്ടി നിന്നോ അവരെല്ലാം വിഡ്ഢിവേഷം കെട്ടിയ പ്രേക്ഷിതരാ. പ്രാർത്ഥിച്ച മനുഷ്യരെല്ലാം വിഡ്ഢിവേഷം കെട്ടിയവരാ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നു, ഉഗ്രപ്രതാപവാനായ സൂര്യൻ ആകാശത്ത് കത്തിജ്വലിച്ചപ്പോൾ ഒരു മനുഷ്യൻ മലയുടെ മുകളിൽ പോയി പേടകം പണിതു. ദൈവത്തോട് പ്രാർത്ഥിച്ച മനുഷ്യൻ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. മലയുടെ മുകളിൽ പേടകം പണിതു. ജനം ചോദിച്ചു, വിഡ്ഢി, പേടകം പണിയേണ്ടത് പുഴയുടെ തീരത്തല്ലേ, മലയുടെ മുകളിൽ എന്തിനാ പേടകം? ഉഗ്ര പ്രതാപവാനായ സൂര്യൻ കത്തിച്ചൊലിക്കുമ്പോൾ മലയുടെ മുകളിലിരുന്ന് പേടകം പണിത വിഡ്ഢിയായ നോഹ. പക്ഷെ മഴ പെയ്തു, ഓളങ്ങളിൽ ഒതളങ്ങാ പോലെ പെട്ടകം പൊങ്ങാൻ തുടങ്ങി. പ്രാർത്ഥിച്ചവനെ വിഡ്ഢി എന്ന് വിളിച്ചവൻ മൂകിലുമായാലും വെള്ളം കയറി മരിച്ചു. അവര് പറഞ്ഞു, പ്രാർത്ഥിച്ച നിങ്ങളാ വിവരമുള്ളവര്, നിങ്ങളെ വിധിച്ച് ഞങ്ങളാ വിഡ്ഢി. എന്തെല്ലാം വിഡ്ഢിത്തരമല്ലേ നോഹ കാണിച്ചത്? ജനം നോക്കുമ്പം എന്തെല്ലാം പണിയാ! തവളപിടുത്തം, എലിപിടുത്തം, ഞണ്ടുപിടുത്തം, പാമ്പ് പിടുത്തം, കോഴിപിടുത്തം. കാരണം ജോഡി ജോഡിയായിട്ട് പെട്ടകത്തിൽ കേൾക്കണ്ടേ? മൂർഖം വേണം, ചേര വേണം, പൂവൻ വേണം, പെട വേണം, കൊടിയം വേണം, കൊടിച്ച് വേണം, കണ്ടം വേണം, ചക്കി വേണം, കുട്ടം വേണം, കുട്ടത്തി വേണം. എല്ലാത്തിനും ഓടിച്ചിട്ട് പിടിക്കുന്ന നോഹ വിഡ്ഢിവേഷമാ. ദൈവം പറഞ്ഞു, നീ വിഡ്ഢിവേഷം കെട്ട്. പ്രാർത്ഥിച്ചവന് വിഡ്ഢിവേഷം കെട്ടി. അങ്ങനെ കെട്ടിയപ്പോൾ അത്ഭുതം നടന്നു. വീണ്ടും പുറപ്പാട് 14 മറ്റൊരു വിഡ്ഢി. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ച മോശ. മുമ്പിൽ അലറുന്ന ചെങ്കടൽ, പുറകിൽ ഇരുമ്പെന്ന പറവോന്റെ സൈന്യം. മോശടിയിലുള്ളത് ഒരു ഉണങ്ങിയ ശരീരം, ഒരു ഉണക്ക വടി, മുമ്പിൽ ഒരു ഉണക്കപ്പാറ, മുമ്പിൽ തിരമാല. ഉണങ്ങിയ വടി വെള്ളത്തിന് വരെ നീട്ടിപ്പിടിച്ചു. ജനം പറഞ്ഞു, പൊട്ടൻ, ഡാം കെട്ടി തിരിക്കേണ്ട വെള്ളത്തെ കോല് കാണിച്ചാൽ എന്നെടുക്കാൻ പറ്റും. അടുത്ത നിമിഷം വെള്ളം പറ്റി, കര മുറിഞ്ഞു, മറുകര കടക്കാനിടയായി. വിഡ്ഢിവേഷം കെട്ടി പ്രാർത്ഥിച്ചവനെ ദൈവം ചെങ്കടൽ കടത്തി അക്കരെ കൊല്ലുന്നു. വീണ്ടും ഈ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ മറ്റൊരു വിഡ്ഢി. ഡൈനാമ വെച്ച് പൊട്ടിക്കേണ്ട കോട്ടയുടെ ചുറ്റും വായിൽ കോലും വെച്ച് ഊതുക. ജനം പറഞ്ഞു, ഊതിയാൽ കോട്ട വീഴുവോ? പക്ഷെ 7-ാം ദിവസം 7-ാം പ്രാവശ്യം ഊതിയപ്പോൾ കോട്ട തകർന്നു വീണു. വിശ്വസിക്കുന്ന മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ആ വിഡ്ഢിവേഷം കെട്ടും. എന്നും തെറി വിളിക്കുന്ന ഭർത്താവ്, കുടിച്ചിട്ട് ഇടിക്കുന്ന കെട്ടിയവൻ, ആ ഭർത്താവിന് കൊഴുമ്പ് പുരട്ടിക്കൊടുത്തും
ചൂടുവെള്ളം തിളപ്പിച്ചു കൊടുത്തും ആവി പിടിച്ചും കാക്കുന്ന ഒരു ഭാര്യ. ലോകത്തിന് വിഡ്ഢിവേഷമാ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഭാര്യയ്ക്ക് അത് വിഡ്ഢിവേഷമല്ല. മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ നേർവഴിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് മുട്ടുകുത്തി കൈവരിച്ച് കൊന്തയിരുന്ന അമ്മ അപ്പൻ ലോകത്തിന് വിഡ്ഢിവേഷമാ. പക്ഷെ ദൈവത്തിന് വിഡ്ഢിവേഷമല്ല. ആവർത്തന വിരസതകളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. മറ്റൊരു മനുഷ്യൻ ദാവീദ്. 1 സാമുവേൽ 17-ാം അധ്യായം. നമ്മൾ കാണുന്നു, ഫിലിസ്ത്യ നേതാവായ ഉഗ്ര ശക്തിയായ ഗോലിയാത്ത് അലർന്ന സിംഹത്തെ പോലെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദാവീദ് ഒരു കയ്യിൽ കവണിയും 5 ഉണ്ടക്കല്ലുമായിട്ട് ഗോലിയാത്തിനെ നേരിടുന്നു. ജനം പറഞ്ഞു, പൊട്ടച്ചെറുക്ക, ഗോലിയാത്ത് മല്ലന, അവന് ശ്വാസം എടുത്താൽ കല്ലും കവണിയും നീയും ഒക്കെ അവന് മൂക്കി കയറും, അതിനുള്ള മുഴുപ്പേ ഉള്ളൂ. പക്ഷേ ദാവീദ് പ്രാർത്ഥിച്ചവനായ ദാവീദ് ഗോലിയാത്തിന് മുമ്പിൽ ചെന്നു, കവണിയിൽ കല്ല് വെച്ച് ഒറ്റയേറ്. ഗോലിയാത്ത് മരിച്ചു വീണു. അവന്റെ തല ദാവീദ് അറുത്തെടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ശക്തിയല്ല, 5 ഇരട്ടി ശക്തി കൊടുക്കും. 5 ഇരട്ടി ശക്തി കൊടുക്കും. ദാവീദിന് ഗോലിയാത്തിനെ കൊല്ലാൻ 1 കല്ല് മതി, ദൈവം കൊടുത്തു 5 കല്ല്. എത്ര കഴിവില്ലാത്ത പുരുഷനും പ്രാർത്ഥിക്കുന്നവനാണോ ഭാര്യയും മക്കളെ നോക്കാനുള്ള 5 ഇരട്ടി ശക്തി ദൈവം കൊടുക്കും. ഒരു സ്ത്രീ എത്ര കഴിവില്ലാത്തവളും സൗന്ദര്യമില്ലാത്തവളും ആകട്ടെ, പ്രാർത്ഥിക്കുന്നവളാണോ വിശ്വസിക്കുന്നവളാണോ കുടുംബത്തെ നോക്കാൻ, വീടിനെ നോക്കാൻ, ആ ദേശത്തെ നോക്കാനുള്ള 5 ഇരട്ടി ശക്തി ദൈവം കൊടുത്തു വിടുന്നു. ഇതല്ലേ ലോകം പഠിപ്പിക്കുന്ന പാഠം. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ. ഇതാണ് അബ്രഹാമിലൂടെ, മോശയിലൂടെ, ജോഷുവായിലൂടെ, ദാവീദിലൂടെ ഒക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ കൺവെൻഷന്റെ 1-ാമത്തെ ദിവസത്തിൽ ഉച്ച കഴിഞ്ഞുള്ള ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ടവരെ, ദൈവജനമേ, വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് അസാധ്യമായി ഒന്നുമില്ല. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഇത് മാത്രം നമ്മൾ ചെയ്യുക. ലോകത്തിൽ പണ്ട് ലൂക്കാ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 26 മുതൽ വാക്യങ്ങൾ. ലൂക്കാ 1-ൽ 26 മുതൽ വാക്യങ്ങളിൽ മറിയം ദൂതനോട് ചോദിക്കുന്നുണ്ട്. ദൂതൻ പറഞ്ഞു, മറിയമേ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് പേരിടണം. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? പ്രാർത്ഥിക്കുന്ന മനുഷ്യനൊക്കെ മനസ്സിൽ ഒരു കൊച്ചു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെ സംശയിക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഉത്തരവുമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു ദൈവം പറയും. ഓരോരുത്തരും ചോദിച്ചില്ല, എങ്ങനെ സംഭവിക്കും? പണ്ട് അബ്രാഹാം പറഞ്ഞു, ഞാൻ വൃദ്ധനല്ലേ, എങ്ങനെ കൊച്ചിന്റെ അപ്പനാവും? സാറാ പറഞ്ഞു, വന്ധ്യയല്ലേ, എങ്ങനെ പ്രസവിക്കും? മറിയം പറഞ്ഞു, കന്യകയല്ലേ, എങ്ങനെ മോനെ പ്രസവിക്കും? ഏശയ്യാ പറഞ്ഞു, വിക്കനല്ലേ. മോശ പറഞ്ഞു, വൃദ്ധനല്ലേ. ഗബ്രിയേൽ മാലാഹ മറിയത്തിന് കൊടുത്തൊരു മറുപടിയുണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇതാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഉത്തരം. ദൈവമേ, 20 ലക്ഷത്തിന്റെ കടബാധ്യതയുണ്ട്, എങ്ങനെ പരിഹരിക്കും? വിട്ടുമാറാത്ത രോഗമുണ്ട്, ശമനമുണ്ടോ? തീരാത്ത ദുരിതമുണ്ട്, അന്ത്യമുണ്ടോ? തോരാത്ത കണ്ണീരുണ്ട്, വിടുതലുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പം മറിയത്തിനൊരു ഉത്തരം ഈ കൺവെൻഷനിൽ ഈ ഉച്ച കഴിഞ്ഞ് ദൈവമായ കർത്താവ് നിങ്ങൾക്കും എനിക്കും തരുന്നു. മകനെ, മകളെ, അത്യുന്നതന്റെ ശക്തിന്റെ മേൽ ആവസിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഉറപ്പാണ് ദൈവം ഇന്ന് ഈ കൺവെൻഷനിൽ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് നൽകുക. പ്രാർത്ഥനയുടെ പല രീതികൾ നമുക്കറിയാം. പ്രാർത്ഥിക്കുന്നവന് ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനമാണ് കാണുക. അതുകൊണ്ടാണ് യേശുവിന്റെ ശക്തിയാണ് പ്രാർത്ഥിക്കുന്നവരിൽ നമ്മൾ കണ്ടെത്തുക. യേശുവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി. എന്താണ് ആ ശക്തി? അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെ ആവസിക്കും. കർത്താവിനോട് പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ വലിയ ശക്തി കൊണ്ട് നിറയും. കർത്താവായ യേശുവിന്റെ 7 ശക്തികളെ കുറിച്ചാണ് സുവിശേഷകനായ യോഹന്നാൻ പറയുക. ആ 7 മേഖലകളിൽ നമുക്കും മാറ്റം വരും. സുവിശേഷകനായ യോഹന്നാൻ യേശുവിന്റെ 7 അധികാരങ്ങൾ, 7 ശക്തികളെ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന അവർ ഇരുന്നു കൊടുക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി വിട്ടുകൊടുക്കുമ്പോൾ ഈ 7 ശക്തികളിൽ നമ്മൾ ഭാഗഭാഗിത്വം വഹിക്കുന്നു. 1, യേശുവിന്റെ 1-ാമത്തെ ശക്തി ഗുണമേന്മയുടെ മേലുള്ള അവന്റെ ശക്തി. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവനാണ് യേശു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഗുണമേന്മകൾ മാറാൻ തുടങ്ങും.
എൻ്റെ ഗുണമേന്മകൾ മാറാൻ തുടങ്ങും. അതാണ് നമ്മൾ കാണുക യോഹന്നാൻ 2:1 മുതൽ 11 വരെ വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിൽ ഗുണമേന്മ മാറി. ആരാ പ്രാർത്ഥിച്ചത്? മറിയം. അമ്മ മകനോട് പ്രാർത്ഥിച്ചപ്പോൾ കാനായിൽ നടക്കുന്ന അത്ഭുതം യോഹന്നാൻ 2:1 മുതൽ 11 വരെ. കർത്താവിനോടൊരു വീട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വ്യക്തി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഗുണമേന്മ മാറുകയാണ്. അവിടെ നമ്മൾ കാണുന്നു കാനായിലെ വീട്ടിൽ ഒരു കല്യാണ സദ്യ. കാനായിലെ വീട്ടിൽ യഹൂദ വിവാഹത്തിന് ഒരു പ്രത്യേക പശ്ചാത്തലം. നമ്മുടെ നാട്ടിലെ പോലെ ഏപ്രിൽ മാസം 7-ാം തീയതി ഒരു വിവാഹം എന്ന് പറഞ്ഞ് ഒരാളെ ക്ഷണിച്ചാൽ ഏപ്രിൽ 2 മുതൽ 7 വരെ ആ വീട്ടിൽ കയറി ചെല്ലാം. അങ്ങനെ കയറി ചെല്ലുമ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് കുടിക്കാൻ കൊടുക്കേണ്ട പാനീയമാണ് വീഞ്ഞ്. വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാനില്ലേ വീട്ടുകാർക്ക് നാണക്കേട്. അപ്പം ഇഷ്ടം പോലെ കുടിക്കുക. ക്ഷണക്കത്ത് കൊണ്ട് കാവൽക്കാരനിലേക്ക് കൊടുക്കുക. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ച് വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് പുതയ്ക്കാൻ കൊടുക്കും. അതും പുതച്ച് കയറിയാൽ മതി. ആ കോട്ടിന്റെ പേരാണ് വിവാഹ വസ്ത്രം. ബൈബിളിൽ ആർത്തിപ്പണ്ടാരമായ മനുഷ്യൻ കത്തുവെടുത്തില്ല, കോട്ട് വിട്ടില്ല, ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെ കല്യാണത്തിന് ഇടിച്ചു കയറി, ചെവിക്ക് പിടിച്ചു തൂക്കി പുറത്തേക്ക് വിട്ടു. വിവാഹ വസ്ത്രം പുതച്ചില്ല, മിനിമം ഒരുക്കം നടത്തിയില്ല. ഒരാഴ്ചക്കാലം എല്ലാവരും കയറി ഇറങ്ങി ഉള്ള വീഞ്ഞ് മുഴുവൻ കുടിച്ചു തീർത്തു. കോട്ടിടുക, കുടിക്കുക, മൂക്കറ്റം കുടിക്കുക, കരുത്തറ്റം തിന്നുക, ഏമ്പക്കം വിടുക. തിരിച്ചു വരുമ്പോൾ കോട്ട് ഊരി കൊടുക്കുക, ക്ഷണക്കത്ത് വാങ്ങിച്ച് പോക്കറ്റിടുക, വീട്ടിൽ ചെന്ന് ഉറങ്ങുക, നാളെ രാവിലെ എഴുന്നേൽക്കുക, കത്തെടുക്കുക, കോട്ടിടുക, പിന്നെയും പോവുക. ഒരാഴ്ചക്കാലം പല്ലും കയറി ഇറങ്ങി ഉള്ള വീഞ്ഞ് മുഴുവൻ തീർന്നു. അപ്പോഴാണ് കർത്താവ് യേശു വരും. യേശു വന്നത് യേശു മാത്രമല്ല, വിളിക്കാത്ത കുറേ പേര് കർത്താവിനെ കാണാൻ വേണ്ടി വന്നു. നമ്മുടെ സ്ഥലം MLA ഒക്കെ MP ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ലല്ലോ, വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാർ ഒരു നാണമില്ലാതെ വലിഞ്ഞു കയറി വരും ഉള്ള ഭക്ഷണം മുഴുവൻ തീർക്കാനായിട്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ഉടുപ്പി ഹോട്ടൽ, ശരവണ ഭവൻ അവിടേക്ക് കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ് റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ. പക്ഷെ ഓർഡർ കൊടുക്കാത്തൊരു വയ്യാവേലി ഒരു നാണമില്ലാതെ വലിഞ്ഞു കയറി വരും തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട. പിന്നെ മര്യാദ ഉള്ളതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് എറിയല്ല, നമ്മൾ തിന്നിട്ട് പോരും. കാനായിലെ വീട്ടിൽ വിളിക്കാത്ത ഉഴുന്നുവടകൾ കുറെ എണ്ണം ഉരുണ്ടു കയറി വന്നു. നാണക്കേടായി, കൊടുക്കാൻ വീഞ്ഞില്ല. അമ്മ ഡ്യൂട്ടി ആരംഭിച്ചു. മാതാവ് എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്? മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ്. 2018 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന, മോനെ കുടുംബത്തിന്റെ വീഞ്ഞ് തീർന്നുപോയി. 2018 പ്രാർത്ഥന, മോനെ അച്ഛന്റെ കൃപ അത് തീർന്നുപോയി. ദമ്പതിമാരുടെ ചൈതന്യം ഊർന്നുപോയി, നീ കൊടുക്കുക. അമ്മ പ്രാർത്ഥിച്ചു, പുത്രൻ പ്രവർത്തിച്ചു. പ്രാർത്ഥനയിൽ അത്ഭുതം. ഭരണികൾ കരുത്തോളം നിറയ്ക്കപ്പെട്ടു. കരുത്തോളം നിറയ്ക്കപ്പെട്ട കൽഭരണികളിൽ പച്ചവെള്ളം അത് വീര്യമുള്ള വീഞ്ഞായി മാറി. ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന മാറ്റം. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ഗുണമേന്മ മാറുന്നു, അല്ലെങ്കിൽ പറയാം സാന്ദ്രത മാറുന്നു. ക്രിസ്തു വരുമ്പോൾ സാന്ദ്രത വർദ്ധിക്കുന്നു. ക്രിസ്തു ഇല്ലേ സാന്ദ്രത പുറകോട്ട് പോകും. അവൻ വരുമ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത വർദ്ധിച്ച് വീഞ്ഞിന്റെ സാന്ദ്രതയാവും. അവൻ വരുമ്പോൾ, അൾത്താരയിൽ വരുമ്പോൾ വീഞ്ഞിന്റെ സാന്ദ്രത വർദ്ധിച്ച് തിരുരക്തത്തിന്റെ സാന്ദ്രതയാവും. അവനില്ലാത്തവന് രക്തം വെറും വീഞ്ഞ്, അവനില്ലാത്തവന് വീഞ്ഞ് വെറും വെള്ളം. അവനുണ്ടോ സാന്ദ്രത വർദ്ധിക്കും. പാത്രം തേച്ച് കഴുകുമ്പോഴും നല്ല സാന്ദ്രത, പാത്രം തേച്ച് കഴുകുമ്പോഴും സാന്ദ്രത. എന്നാലും പ്രാർത്ഥിക്കും പാപികളുടെ മാനസാന്തരത്തിനും ലോകത്തിന്റെ വിശദീകരണത്തിനും. ഈ കരി, ഈ പുക, ഈ ചെളി ഇങ്ങനെ പോട്ടെ. ഇതായിരുന്നു അൽഫോൻസാമ്മയുടെ സാന്ദ്രത. ഇതായിരുന്നു മറിയം ത്രേസ്യയുടെ സാന്ദ്രത. ഇതായിരുന്നു എഫ്രേസ്യാമ്മയുടെ സാന്ദ്രത. എന്തു പണിയുമ്പോഴും അതിനകത്തുകൊണ്ടൊരു വീര്യം. നമുക്കുണ്ട് ചങ്ങനാശ്ശേരി പ്രദേശത്തും പെണ്ണുങ്ങൾക്ക് വിമ്മ്, വാഴയില, ചാരം, കയറ്, മണല്. നിങ്ങളും പാത്രം തേച്ച് കഴുകും. എത്ര പെണ്ണുങ്ങളാ സാന്ദ്രത വർദ്ധിക്കുന്ന പാത്രം കഴുകി നടത്തുക?
കെട്ടിയവൻ്റെ തരതിരിവിനും അമ്മായിമ്മയുടെ മനംതിരിവിനും നാത്തൂൻ ഗോത്രത്തിൻ്റെ മാനസാന്തരത്തിനും പിള്ളേരുടെ പഠിത്തത്തിനും ഈ പുക ഇങ്ങനെ പോട്ടെ. നമ്മൾ വേറെ പറഞ്ഞോണ്ടാ കഴുകുക. എന്താ കഴുകുക? മുടിഞ്ഞ ഇടപാട്, ഒടുക്കത്തെ പുക, അവസാന കരി ഒടുങ്ങി പോകത്തേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. അവൻ വരുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറും, സാന്ദ്രത മാറും. കാനായിലെ വീട്ടിൽ അവൻ വന്നപ്പോൾ സാന്ദ്രത മാറി. അവിടെയാണ് വ്യതിയാനങ്ങൾ കാണുക. എന്ത് സംഭവിച്ചു? മറിയം പ്രാർത്ഥിച്ച വീട്ടിൽ 3 മാറ്റങ്ങൾ ഉണ്ടായി. 3 മാറ്റങ്ങൾ. അത് നമുക്ക് ചങ്ങനാശ്ശേരിയിലും പരിസരത്തുള്ള നമ്മുടെ കുടുംബങ്ങളിലും വേണം. ഒന്നാമത്തെ മാറ്റം എന്താ? സാന്ദ്രത മാറുമ്പോൾ ഒരു തിരിച്ചറിവാണ് കിട്ടുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഒരു തിരിച്ചറിവ് കിട്ടും. എന്താ തിരിച്ചറിവ്? പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിന്റെ പുറത്തല്ല, പന്തലിന്റെ അകത്താണ്. ഇതാണ് ഒന്നാമത്തെ തിരിച്ചറിവ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന ആദ്യത്തെ തിരിച്ചറിവ്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിന്റെ പുറത്തല്ല, പന്തലിന്റെ അകത്താണ്. വീട്ടിൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇവിടുത്തെയും ധ്യാനമന്ദിരത്തിലെ ബ്രദറന്മാരെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കുന്നതല്ല പരിഹാരം. ഈ ധ്യാനമന്ദിരം എന്ന് പറഞ്ഞ് ഓടുന്നതല്ല പരിഹാരം. നാഗമ്പഴത്തെ നൊവേനയാന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടുന്നതല്ല പരിഹാരം. പരിഹാരം പാറപ്പള്ളിയിലുണ്ട്. ഈ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുക്കുക, ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുക, ഒന്നിച്ച് സഭയുടെ യാമപ്രാർത്ഥന നടത്തുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രശ്നം തരുന്നവൻ ചങ്ങനാശ്ശേരിയിലെ നിങ്ങളുടെ വീടിന്റെ അകത്തുണ്ട്, നിങ്ങളുടെ ഇടവക പള്ളിയിലുണ്ട്, വിശുദ്ധ മധുബഹയിലുണ്ട്, പരിശുദ്ധ സക്രാരിയിലുണ്ട്, വിശുദ്ധമായ വേദപുസ്തകത്തിലുണ്ട്, സഭ പഠിപ്പിച്ച പാരമ്പര്യങ്ങളിലുണ്ട്. പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിന്റെ പുറത്തല്ല, പന്തലിന്റെ അകത്താണ്. ഈ തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുക പ്രാർത്ഥിക്കുമ്പോൾ. കാനായി ഈ തിരിച്ചറിവ് കൊടുത്തു. ഈ കൺവെൻഷനിൽ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലും നമുക്ക് സൂക്ഷിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന രണ്ടാമത്തെ ഗുണമേന്മയിൽ വരുന്ന രണ്ടാമത്തെ മാറ്റം, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണോ? കർത്താവിനെയും അവന്റെ അമ്മയെയും ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. വീട്ടിലേക്ക് ക്ഷണിക്കുക, ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ പരിഹാരം ഉണ്ടാകണോ? യേശുവിനെയും അവന്റെ അമ്മയെയും കുടുംബത്തിലേക്ക് ക്ഷണിക്കുക, ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. കാനായിലെ വീട്ടിൽ വലിയൊരു പ്രതിസന്ധിയാണ്. വിരുന്നുകാര് നിറഞ്ഞിരിക്കുന്ന വിരുന്നുശാലയിൽ വീഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ എന്തോ ഒരു നാണക്കേട്. കാരണം യഹൂദ പാരമ്പര്യത്തിൽ വീഞ്ഞ് തീർന്നുപോയ വീട് ദൈവാനുഗ്രഹം ഇല്ലാത്ത വീടാണ്. ജോയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, നിന്റെ വീട്ടിലെ ദൈവാനുഗ്രഹത്തിന് അടയാളമാണ് നിന്റെ ഭരണിയിലെ തീരാത്ത വീഞ്ഞ്. ഇത് കേട്ടേച്ച് കുടിക്കുന്ന ഏതെങ്കിലും ആണുങ്ങളുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഭാര്യയോട് പറയരുത്, ജോസഫ് അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോടി, ബ്രാൻഡി ഇല്ലാത്ത വീട് അനുഗ്രഹമില്ലാത്ത വീട്, വിസ്കി ഇല്ലാത്ത വീട് അനുഗ്രഹമില്ലാത്ത വീട്. ഒരു ചെറുപ്പക്കാരൻ 5 കുപ്പി കിങ് ഫിഷർ മേടിച്ചു. അവൻ ഫ്രീസറിൽ വെച്ച് മരപ്പിക്കുക. അമ്മ ചോദിച്ചു, നീ കുടി തുടങ്ങിയോടാ? അമ്മ ഇല്ലമ്മേ, ഇന്ത്യയുടെ സ്വത്ത് കട്ടുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോയ വിജയമല്യയുടെ സ്വത്ത് ഞാൻ മരപ്പിക്കുകയാണ്. ഇതാണ് പേര്. നമുക്കൊരു ഓർമ്മയാണ്. അതിലത്തെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇവിടെയാണ് പറയുക, ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകമാ വീഞ്ഞ്. അത് തീർന്നുപോയ വീട്, അവിടെ അമ്മയുണ്ട്, മോനുമുണ്ട്, പ്രശ്നത്തിന് പരിഹാരമായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ പിടിച്ചു നിൽക്കണോ? പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകണം. പിടിച്ചു നിൽക്കണോ? പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകണം. എത്രയോ കണക്കൂട്ടുകൾ തെറ്റാം. എൻ്റെ മോനെ കുറിച്ച് ഇങ്ങനെ പദ്ധതി മെനയുമ്പോഴാ മോൻ പോയി നമ്മളുമായിട്ട് ഒട്ടും ചേരാത്ത ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വരുന്നു. എൻ്റെ മോളെ കുറിച്ച് ഇങ്ങനെ പദ്ധതി, അവിടെ ഏതോ ഒരുത്തിന് പറയാം ഒറ്റ ഓട്ടം. കഷ്ടപ്പെട്ട അപ്പനമ്മ, അവരെ ആരെയും പഠിക്കാൻ പറ്റിയില്ല, അപ്പനമ്മമാരെ പഠിക്കാൻ പറ്റിയല്ല. കാരണം ഒരേ അമ്മയുടെ വയറ്റിലാണ് കായേനും ആബേലും ഉണ്ടാകുക. ഒരേ തോട്ടത്തിലാണ് പിശാചും ദൈവവും വരിക. ഇതുപോലെ ഒരു കുടുംബത്തിൽ 8 നല്ലവർക്കിടയിൽ ഒരു പിഴച്ച സാധനം ഉണ്ടായെന്ന് വരാം. അതിനാരെയും പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണോ എന്തു വന്നാലും പിടിച്ചു നിൽക്കും. കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണോ? ക്രിസ്തുവും അവന്റെ അമ്മയും നമ്മുടെ കുടുംബത്തിൽ വേണം. നമുക്ക് ഒരുപാട് കണക്കുകൂട്ടലുകൾ തെറ്റാം. വലിയ പദ്ധതി മെനഞ്ഞു പോയപ്പോൾ ഒരു സ്ട്രോക്ക്, ഒരു വശം തളർന്നുപോയി. എല്ലാം ഓക്കെ എന്ന് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി അപകടത്തിൽ മാരകമായ ക്ഷതം. 50കളിൽ ഭർത്താവിന് ഒരു അറ്റാക്ക്, ഭാര്യയ്ക്ക് പ്രസവത്തോടെ ഒരു തടസ്സ, ആർക്കും ക്യാൻസർ. കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ പിടിച്ചു നിൽക്കണോ? പ്രാർത്ഥിക്കുന്നവരാവുക. പ്രാർത്ഥിക്കുന്നവർ പിടിച്ചു നിൽക്കും.
ഏറ്റവും വലിയ വേദന അനുഭവിച്ച ഗത്സമേനിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ കാസ കുടിക്കുവാൻ ശക്തി ലഭിച്ചതും പിടിച്ചു നിൽക്കാൻ പറ്റിയതും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തു വരുമ്പോഴും പിടിച്ചു നിൽക്കണോ? പ്രാർത്ഥനകൾ. മൂന്നാമത് വരുന്ന ഒരു വലിയ മാറ്റം കാനായിൽ നമ്മൾ കണ്ടെത്തുന്നത്, ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറി. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറി. ക്രിസ്തുവും അമ്മയും വന്നപ്പോൾ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറി. കൽഭരണികളിലെ വെള്ളം കഴുകാൻ വേണ്ടി ഒഴിച്ചു കളയുന്ന വെള്ളമാണ്. ക്രിസ്തു വന്നപ്പോൾ അത് കുടിക്കുന്ന വീഞ്ഞായി മാറി. ചങ്ങനാശ്ശേരിയിലും പരിസരത്തും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒഴിച്ചു കളയുന്ന ഒത്തിരി വെള്ളമുണ്ടല്ലോ. ധൂർത്തുകൾ, ചെലവ്, ഭയങ്കരമായ വീടെന്ന് വെച്ചാൽ ഊഹിക്കാൻ മേലാത്ത മുഴുപ്പുള്ള ചില വീടുകളും മറ്റുമൊക്കെ. ചില വീട്ടിലും മറ്റും കയറി വെഞ്ചിരിച്ച് വരയുടെ ഒരം പറഞ്ഞു പോയിട്ടുണ്ട്. പുകപ്പര, മറപ്പര, കുളിപ്പര, ഷീറ്റ് വര, എത്ര മണി വീടുകളും മറ്റുമാണ് പണി ചെയ്യുക. വലിയ വലിയ വീടുകൾ. കൂത്തറപ്പള്ളി ഒരു വീട് വെഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് അവിടെ നിന്ന് വെഞ്ചിരിക്കാൻ കയറിയത് കൂത്തറപ്പള്ളിയാണ്. വെഞ്ചിരിച്ചിറങ്ങിയപ്പം കരകശാലായി. അത്രയും മുറ്റക്കെട്ടിടങ്ങൾ, എന്തും മുഴുക വീടുകൾ, വില കൂടിയ ചെരുപ്പുകൾ, സ്വർണം, സാരി, എന്തെല്ലാം മേടിച്ചു കൂട്ടുക. അങ്ങനെയുള്ള ദൂർത്തടിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നേഴ്സിങ്ങിന് ഫീസ് കൊടുത്താൽ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറും. ഒരു പാവപ്പെട്ട രോഗിക്ക് മരുന്നിനാ കാശ് കൊടുത്താൽ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാകും. ഒരു വിര റിപ്പയർ ചെയ്യാൻ വേണ്ടി ആ പൈസ കൊടുത്താൽ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറും. യേശു വരുമ്പോൾ മനോഭാവം മാറും. എന്തെല്ലാം രീതികളാ. കല്യാണത്തിനൊക്കെ ആണെങ്കിലും വല്ല വിവരമുണ്ടോ? പെണ്ണുങ്ങളെ കൊണ്ട് പടിയിൽ നിർത്തിയിരിക്കുന്ന ദൈവമേ, മേക്കപ്പ് 5 വിരലിലും മോതിരമാണ്. ഇനി കെട്ടിയവനിടണമെങ്കിൽ ഇല്ലി കൊണ്ട് എക്സ്ട്രാ മോതിരം ഉണ്ടാക്കി വെക്കണം, എങ്കിലേ തിരികെ കയറ്റാൻ പറ്റുള്ളൂ. എല്ലാം കോമാടിത്തരങ്ങളാ കാണിക്കുക. ഭയങ്കര ആഘോഷമാണ്. മന്ത്രകോടി പിടിക്കാനറിയത്തില്ലാത്ത പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. മോതിരം ഏത് വിരലെ കാണിക്കുന്ന തരത്തിൽ ഞാൻ ഒരു മോതിരം എടുത്ത് അവന് കൊടുത്തു. അവൻ എന്നേലോട് തിരിച്ചു തരിക. എന്നാ വിവരമുള്ള മനുഷ്യരാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ദൈവശാപം വരുത്തുന്ന മേക്കപ്പുകൾ, ആ കുറിച്ച് ഒന്നെങ്കിൽ ആ ദമ്പതികൾ മാരകരവും ഒന്ന് മരിച്ചു പോകും, അല്ലെ മക്കൾക്ക് അപകടം ഉണ്ടാവും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. സിനി ആർട്ടിസ്റ്റുകളെ വിളിച്ചൊക്കെയാ മേക്കപ്പ് നടത്തുക. സിനിമയുടെ മേക്കപ്പുകാരെ വിളിച്ച് ഒരു പെണ്ണിനെ ഇതിനെ വ്യഭിചാരശാലയ്ക്ക് വിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊടുക്കുന്നത്, അതോ പള്ളി കുർബാനയ്ക്ക് വേണ്ടിയാണ്? വേശ്യാലയത്തിലേക്ക് വിടാനാണ് ഓക്കെ. പക്ഷേ ഒരു കുടുംബജീവിതത്തിലേക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു വൃത്തികെട്ട പണികളൊന്നും കാണിക്കില്ല. മേക്കപ്പ് മാനോ അവൻ ഏത് ജാതി ഏത് വർഗമെന്ന് അറിയത്തില്ല, അവന് നല്ല സുഖമാണ്. അവന് കരസ്പർശം മൃദുസ്പർശം അവിടെ ഇവിടെ വെച്ച് പോകാം, മേക്കപ്പിന്റെ പേരും പറഞ്ഞു. അങ്ങനെ സ്വന്തം മക്കളെ വിൽക്കുന്ന അമ്മമാരുണ്ട് ചങ്ങനാശ്ശേരിയിൽ. സ്വന്തം മക്കളെ വേശ്യകളാക്കുന്ന തള്ളമാർ അപ്പന്മാരുണ്ട് ഇവിടെ. ദൂർത്ത്. ആ കുടുംബം ശപിക്കപ്പെട്ടതാ. ഏതാനും നാൾ ഓക്കെയാ, പിന്നെ തകരുന്ന കാണാൻ തുടങ്ങും. അനാവശ്യമായ ദൂർത്ത്. ഇവിടെയാണ് പറയുക, ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കി മാറ്റണം. ആ തീരുമാനമെടുക്കാൻ കൺവെൻഷനുകളിൽ നമുക്കൊക്കെ കഴിയണം. ദൂർത്തരുത്. യേശു വരുമ്പോൾ സാന്ദ്രത മാറും. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയല്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുകയില്ല. അവിടെ ജീവിതത്തിൽ മാറ്റമാണ്, പരിവർത്തനമാണ്, ചേഞ്ചാണ്. സാന്ദ്രതകൾ മാറുന്നു ക്രിസ്തുവിന്റെ വരവോടുകൂടി. ഇപ്പൊ ഒന്ന്, ഗുണമേന്മയുടെ മേലുള്ള അവന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നയാള് ഭാഗഭാഗിത്വം വഹിക്കുന്നു. 2, ദൂരത്തിന്റെ മേലുള്ള യേശുവിന്റെ അധികാരം. ദൂരം യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 4:43 മുതലുള്ള വാക്യങ്ങൾ. ശതാധിപൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടന്ന പുത്രന് സൗഖ്യം ലഭിച്ചു. പ്രാർത്ഥനയുടെ ശക്തിയാണ് കാണിക്കുക. ശതാധിപൻ പ്രാർത്ഥിച്ചത് വഴിയിൽ വെച്ചാൽ, പക്ഷെ വീട്ടിലാണ് സൗഖ്യം. പാറേപ്പള്ളി കൺവെൻഷന്റെ പന്തലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ കൂത്രപ്പള്ളിയില്, വേരൂര്, കുറിച്ചിയില് അത്ഭുതം നടക്കും. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് മഴ പെയ്യുന്നത് പോലെ. മഴ പെയ്യുന്ന എങ്ങനെ? സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് ഉയരും, മഴ മേഘമായിട്ട് കെട്ടിക്കിടക്കും, മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. ഈ പന്തലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീരാവിയായിട്ട് ഉയരും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ മേഘമായിട്ട് കെട്ടിക്കിടക്കും.
അത് അനുഗ്രഹത്തിന്റെ മഴത്തുള്ളിയായി ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ മഴയായി പെയ്തിറങ്ങും. ദൂരത്തിനുള്ള അധികാരം. ഹോസ്റ്റലിൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് വേണ്ടി അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുതം നടക്കും. കുർബാനയ്ക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചാൽ മതി, നാട്ടിൽ വീട്ടിൽ അത്ഭുതം നടക്കും. കാരണം ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. ആ അധികാരത്തിൽ നമുക്കും ഭാഗഭാഗത്തിൽ ലഭിക്കുന്നു. ജർമ്മനിയിൽ ഒരു സ്ഥലം മ്യൂണിക്കിൽ നിന്നും 100 കിലോമീറ്റർ ദൂരെ പാറേപ്പള്ളി പോലെ ഇതിൻ്റെയൊക്കെ 100 ഇരട്ടി തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമുണ്ട്, അൾട്ടുവീറ്റിങ്. വേളാങ്കണ്ണി പോലെയൊക്കെ മനുഷ്യർ തടിച്ചു കൂടുന്ന അൾട്ടുവീറ്റിങ്. അവിടെ മാതാവിൻ്റെ ഒരു ദേവാലയമുണ്ട്. ഇപ്പം ഒരു നൂറ്റാണ്ട് മുമ്പ് അവിടെ ഒരു കത്തീഡ്രൽ പള്ളി പണിയുവാൻ രൂപതയുടെ ബിഷപ്പ് ആഗ്രഹിച്ചു. അപ്പം ബിഷപ്പ് അവിടുത്തെ കപ്പുച്ചൻ ആശ്രമത്തിന് സുപ്പീരിയറെ ആ പണി ഏൽപ്പിച്ചു. അദ്ദേഹം പണിതു തോന്നു. പകുതിയായപ്പോൾ പണം മൊത്തം തീർന്നുപോയി. പലരോടും കടം ചോദിച്ചു. കുറേശ്ശെ പണി തീരും, പക്ഷെ മൊത്തം തീർക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞു, ഇഷ്ടം പോലെ പണം തരാൻ കഴിവുള്ള ആള് ഈ സിമിത്തേരി കിടപ്പുണ്ടല്ലോ, ആളുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആൾ പള്ളി പണിയാൻ പണം കൊണ്ടുതരും. കപ്പുച്ചിനാശ്രമത്തിലെ ഒരു ബദറായിരുന്നു കൊൺറാഡ് എന്ന് പറയുന്ന ഒരു ബദർ. ഭിക്ഷ പിരിക്കാൻ പോകും, കാശിരൂപം പ്രാർത്ഥിച്ചു കൊടുക്കും, കൊന്തയും ബെന്തിങ്ങവും പ്രാർത്ഥിച്ചു കൊടുക്കും, വെള്ളം വെഞ്ചരിച്ചു കൊടുക്കും. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി. ആയിരങ്ങൾ ഈ ആശ്രമത്തിൽ വന്ന് ഈ ബദറിന്റെ ശുശ്രൂഷ സ്വീകരിച്ചു പോകുമായിരുന്നു. ഒരു സാധാരണയാള് മരിച്ച് പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കി വിരിക്കുക. ആൾക്കാർ പറഞ്ഞു, കൊൺറാഡിനോട് പറഞ്ഞാൽ മതി, പള്ളി പണിയാനുള്ള പണം അദ്ദേഹം കൊണ്ടുതരും. ഈ അച്ഛൻ ചിരിച്ചു. എവിടുന്ന് സാധാരണ ഒരു ബദറല്ലേ, അദ്ദേഹം ചിരിച്ചു. അന്ന് വൈകിട്ട് അത്താഴ സമയത്ത് ഈ അച്ഛൻ ആശ്രമത്തിൽ ഉള്ളവരോട് പറഞ്ഞു, പള്ളിപ്പണിക്ക് വേണ്ടി കാശ് ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ പറയുക, കൊൺറാഡിന്റെ കുഴിമാടത്തിൽ പോയി പറഞ്ഞാൽ മതി, പള്ളിപ്പണിക്ക് കാശ് തരുമല്ലോ. 25ഓളം ആശ്രമങ്ങൾ കുലുങ്ങിച്ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. ഈ അച്ഛൻ ചെന്ന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം പള്ളിപ്പണി അച്ഛൻ്റെ ജോലിയല്ലേ. അച്ഛനോടത്ത് സിമിത്തേരി അടുത്ത് പാതിരാത്രി 12 മണിക്ക് ഒരു ചിമ്മിനി വിളക്കുമായിട്ട് അച്ഛൻ കൊൺറാഡിന്റെ കുഴിമാടത്തിൽ ചെന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, കൊൺറാഡ്, നീ വിശുദ്ധനാണെങ്കിൽ ഇവിടുത്തെ പള്ളി പണിയാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണം. അങ്ങനെ കാശുണ്ടായാൽ നിന്നെ വിശുദ്ധനെന്ന് വിളിക്കാൻ എന്തെല്ലാം പറ്റുമോ അതെല്ലാം ഞാനും ചെയ്യുന്നതാണ്. അതേ 1 മണിക്ക് തിരിച്ചു കിടന്നുറങ്ങി. രാവിലെ 7:30 ആയപ്പോൾ കാപ്പ് കുടിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെൽ. ആശ്രമത്തിലെ ഒരു ബദറിയെ നോക്കുമ്പോൾ ഒരു വലിയ പ്രഭുകുമാരൻ കുതിരപ്പുറത്ത് വന്നിരിക്കുന്നു. സുപ്പീരിയറച്ഛനെ കാണും. അദ്ദേഹം ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ മ്യൂണിക്കിലെ പ്രഭുവിൻ്റെ മകനാണ്. എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് വലിയ 2000 സ്വർണ്ണ നാണയങ്ങൾ എന്നെ ഏൽപ്പിച്ചു. ഒരു കത്തോലിക്ക ദേവാലയം എവിടെ പണിയുന്നോ അവിടെ കൊടുക്കാനും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. കഴിഞ്ഞ രാത്രി ഞാൻ 12 മണിക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ താടി മീശ നീട്ടിപ്പെടുത്തിയ ഒരു കപ്പുച്ചിൻ സന്യാസി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, അട്ടുവീറ്റിങ്ങിൽ മാതാവിന്റെ നാമത്തിൽ ഒരു പള്ളി പണിയുന്നുണ്ട്, അവർക്ക് കൊണ്ട് കൊടുക്കുക. സ്വപ്നത്തിൽ കണ്ട പ്രകാരം ഞാൻ വരികയാണ് 100 മൈൽ ദൂരെയുള്ള മ്യൂണിക്കിൽ നിന്നും. അച്ഛൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് രാത്രി 12 മണിക്ക് അൾട്ടുവീറ്റിങ്ങിൽ. സ്വപ്നത്തിൽ ദൈവം കൊടുത്ത നിർദ്ദേശം 100 മൈൽ ദൂരെ മ്യൂണിക്കിലെ പ്രഭുവിന്റെ വീട്ടിൽ. ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. നമ്മളെയൊക്കെ പ്രാർത്ഥന ഇങ്ങനെയാണ്. നമ്മൾ ഉള്ളു തുറന്നങ്ങ് പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ശക്തനായ ദൈവമേ, മാർപ്പാപ്പായ്ക്ക് വേണ്ടി, നമ്മുടെ മെത്രാന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു, നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. വെറുതെ അതര വ്യായാമമല്ല, ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ തന്നെ ആദ്യമേ ഭാഷയാണ്, ചെത്തിമിനിക്കിയ ഭാഷ. സർവശക്തനായ പരമ്പൊരുളെ, വിശ്വ പ്രപഞ്ചത്തിന്റെ പിതാധാവേ, അണ്ടകടാഹങ്ങളുടെ കർത്താവേ, മാർപ്പാപ്പായ കാത്തോണ്ട്. ഇനി ഒന്നും ഒരു ആവശ്യമില്ല. ദൈവമേ എന്ന് ഉള്ളിൽ തട്ടി പറഞ്ഞോ, ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇപ്പം പ്രാർത്ഥിക്കുന്ന വ്യക്തി ഈ അധികാരത്തിലേക്ക് ചേരുക. 1, ഗുണമേന്മയിൽ സാന്ദ്രതകൾ മാറ്റിമറിക്കുന്നു പ്രാർത്ഥനയിൽ. ഉദാഹരണം കാന. 2, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ദൂരങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്നു. അത് 2ാമത്തെ ചിന്ത, ദൂരത്തിന് മേൽ അധികാരമുള്ളവൻ യേശു. 3, പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന 3ാമത്തെ മാറ്റം, സമയത്തിന്റെ മേൽ അധികാരമുള്ളവനോട് നമ്മൾ ചേർക്കപ്പെടുന്നു. സമയത്തിന്റെ മേൽ അധികാരമുള്ളവനോട് നമ്മൾ ചേർക്കപ്പെടുന്നു. യോഹന്നാൻ 5:1 മുതലുള്ള വാക്യങ്ങൾ.
യോഹന്നാൻ 5:1 സ്ഥലം ബെസേദാ കുളം. ബെസേദാ കുളത്തിന്റെ തീരത്ത് 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ മാലാഖ വന്ന് ഉറവക്കണി ഇളകുമ്പോൾ ആരെല്ലാം കുളിച്ചോ അവർക്കാണ് സൗഖ്യം. പക്ഷേ മാലാഖ ഉറവ ഇളകാത്ത സമയത്ത് ക്രിസ്തു വരുന്നു, സൗഖ്യപ്പെടുന്നു. യേശുവിന് വയസ്സ് 32. ഇവനും കിടപ്പ് തുടങ്ങിയത് യേശു ജനിക്കുന്നതിന് 6 വർഷം മുമ്പ് കിടക്കാൻ തുടങ്ങിയതാണ്, വയസ്സ് 38. അപ്പോൾ അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു അവനെ സൗഖ്യപ്പെടുത്തി. നമ്മളോട് പറയുന്നത് എന്താ? പ്രാർത്ഥന വഴി ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുക. ഓർക്കാത്ത സമയത്ത് അത്ഭുതം നടക്കും. അബ്രാഹാം 20-ാം വയസ്സിൽ അപ്പനാകാൻ പ്രാർത്ഥിച്ചു, ഓർക്കാത്ത 100-ാം വയസ്സിലാണ് അപ്പനായത്. മോശ 20-ാം വയസ്സിൽ നേതാവാകാൻ ആഗ്രഹിച്ചു, ഓർക്കാത്ത 80-ാം വയസ്സിലാണ് നേതാവായത്. സക്കറിയ 30-ാം വയസ്സിൽ അപ്പനാകാൻ മോഹിച്ചു, പക്ഷെ അപ്പനായത് എപ്പോഴാ? സക്കറിയായുടെ സപ്തതിയാഘോഷവും സ്നാപയോഹന്നാന്റെ ബർത്ത്ഡേയും ഒരുമിച്ചായിരുന്നു. നമ്മൾ കാണുന്നു, ഓർക്കാത്ത സമയത്ത് ദൈവം പ്രവർത്തിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്, വിശ്വസിക്കുക. പലപ്പോഴും നമ്മൾ നിരാശപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഓർത്ത സമയത്ത് ഓർത്ത കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ. പക്ഷെ ഓർക്കണം, ദൈവത്തിന് സമയമായോ? ഞാൻ ഓർത്ത സമയത്ത് മോൻ വിളിച്ചില്ലെങ്കിൽ, ഓർത്ത സമയത്ത് വണ്ടി വന്നില്ലെങ്കിൽ, ഓർത്ത സമയത്ത് മരുന്ന് കുടിച്ച് രോഗം മാറിയില്ലെങ്കിൽ നമുക്ക് വലിയ അസ്വസ്ഥതയാ. പക്ഷെ ദൈവത്തിന്റെ ഒരു സമയമുണ്ട്, ആ സമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇപ്പൊ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഓർത്ത ഉടനെ നടന്നില്ലേ, പിടിച്ചു നിൽക്കണം, സഹിച്ചു നിൽക്കണം. ദൈവത്തിന്റെ സമയമായിട്ടില്ല, ആ തിരിച്ചറിവിൽ നമ്മളായിരിക്കുക.